ഹോർമൂസിലെ കടൽ പോര് കടുക്കുന്നു. മൈനുകൾ നിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ഇറാനെതിരെ കടുത്ത നടപടിക്ക് അമേരിക്കൻ നാവികസേനയോട് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യൻ തീരത്തേക്ക് എത്തുന്നതായി റിപ്പോർട്ടുണ്ട്. അതിനിടെ ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടി. അശ്വജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. സാഹചര്യങ്ങളൊക്കെ വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? കാരണം പലപ്പോഴും സമാധാന ശ്രമം എന്ന് പറയുമ്പോൾ അത് ട്രംപ് പറയുന്നതായതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മോദി സമാധാന ശ്രമം എന്ന് നമ്മൾ ഓരോ ആഴ്ച കൂടുന്തോറും അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ഓരോ തവണ നീട്ടുമ്പോൾ നമ്മൾ പറയുന്നു എന്നല്ലാതെ ആത്യന്തികമായി സമാധാനമോ അല്ലെങ്കിൽ ആത്യന്തികമായി ഇതിനൊരു പരിഹാരമോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്സ് പ്രകാരം കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണമാവുന്നു. അതായത് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു അമേരിക്കൻ നാവികസേനയ്ക്ക് ഹോർമുസിൽ ഈ ഇറാന്റെ ചെറു ബോട്ടുകൾ, അവിടെ ആ ബോട്ടുകളിലെത്തിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അംഗങ്ങൾ ഹോർമുസിലുടനീളം മൈനുകൾ സ്ഥാപിക്കുന്നത് എന്നതാണ് അമേരിക്ക ആരോപിക്കുന്നത്. അങ്ങനെ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബോട്ടുകളെ നേരിട്ട് ആക്രമിക്കാനും കടുത്ത നടപടിയിലേക്ക് കടക്കാനുമാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന്, അമേരിക്കൻ നാവികസേനയ്ക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചതുമാണ്. ഇപ്പോൾ അതൊരു ഔദ്യോഗിക നിർദ്ദേശമായി തന്നെ സൈന്യത്തിന് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നേരിട്ടുള്ള ഒരു പോരിലേക്ക് അമേരിക്കയുടെ നാവികസേന ഉദ്യോഗസ്ഥരും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും തമ്മിലൊരു നേരിട്ടുള്ള വെടിവെപ്പിലേക്കോ പോരിലേക്കോ കാര്യങ്ങൾ ഹോർമുസിൽ എത്തുമെന്നാണ് അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നീട്ടിയിരുന്നു. ഈ ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ആദ്യഘട്ടം തന്നെ നീട്ടിയിരുന്നു. ഇത്തവണ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഒരു 3 ആഴ്ചത്തേക്ക് കൂടെ ഇസ്രായേലും ലെബനോനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ഇസ്രായേലും ലെബനോനും തമ്മിലൊരു ചർച്ചകൾക്ക് കൂടെ വഴിയൊരുക്കുമെന്നും ട്രംപ് പറയുന്നു. അത് ഒരർത്ഥത്തിൽ ആശ്വാസം. പക്ഷേ എങ്കിൽ പോലും മറ്റൊരു രീതിയിൽ ഹോർമുസിൽ കാര്യങ്ങൾ കടുക്കുന്നത് ആഗോള വ്യാപാരത്തെ അടക്കം ബാധിക്കുന്നുമൊക്കെ നമുക്കുൾപ്പെടെ ആശങ്കയായി തന്നെ തുടരുകയാണ്. ചോദിക്കാൻ വന്നത് നമ്മളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരൊക്കെ നോക്കുന്ന ഒരു കാര്യം, ഈ ഹോർമൂസ് വഴിയുള്ള ചരക്ക് നീക്കം അത് നമ്മളെ എങ്ങനെ ബാധിക്കും, മറ്റൊന്ന് വീണ്ടും ഈ കാര്യങ്ങൾ കടുത്താൽ പ്രവാസികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് എന്നത്. പശ്ചിമേഷ്യയിലെ ആകത്തുകയുള്ള സാഹചര്യം ഒരുപക്ഷെ നേരിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളൊക്കെ ഈ വെടിനിർത്തലിന് പിന്നാലെ ഇറാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, ഈ വെടിനിർത്തൽ തുടരുന്നു, ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ തുടരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ ചില ഡ്രോണുകൾ കണ്ടെത്തിയതായും അത് ഇറാൻ സൈന്യം നിർവീര്യമാക്കിയതായും പറയുന്നു. അത് ഏത് രാജ്യമാണ്, അമേരിക്കയുടേതാണോ ഇസ്രായേലിൻ്റെതാണോ എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഈ സമാധാന വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടയിലും ഇറാനിൽ ഡ്രോണുകൾ വന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് മോദി പറഞ്ഞതുപോലെ നിലവിൽ നേരിട്ടുള്ള ആക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ആശ്വാസമാണ്. ഇനി വ്യാപാര മേഖലയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കിയതാണ് ഇനിയും ഏതാണ്ട് 14 കപ്പലുകൾക്കോളം ഇന്ത്യയിലേക്ക് വരുന്ന 14 കപ്പലുകളോളം ഇറാന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഹോർമുസ് കടക്കാൻ. അത്തരത്തിൽ വ്യാപാര രംഗത്ത് വലിയ തോതിലുള്ള സമ്മർദ്ദവും പ്രശ്നങ്ങളും തുടരുക തന്നെയാണ്. ഇനി ഒന്നുകൂടെ, അതായത് ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ളൊരു പോരിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ടുള്ളൊരു പോരിലേക്ക് വന്നാൽ അതൊന്നുകൂടെ കടുക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന കപ്പലുകളെ അത് ബാധിക്കും. അങ്ങനെയെങ്കിൽ ക്രൂഡ് ഓയിൽ വിലയും മറ്റ് അവശ്യ സാധനങ്ങളുടെ വിലയൊക്കെ അത് വലിയ തോതിൽ ബാധിക്കാനാണ് സാധ്യത. ശരി, അശ്വജിത് സിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്നും.